തിരുവനന്തപുരത്തേക്ക് നോക്ക് 48 50 അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ്. മറ്റുള്ളവരുടെ പിന്തുണയും കൂടി കൂട്ടിയാൽ ഇപ്പൊ തന്നെ 50 ആയി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മേയർ. അതാരാകും? അത് വി രാജേഷ് ആകുമോ, ആർ ശ്രീലേഖയാകുമോ, അതൊക്കെ ആ പാർട്ടി തീരുമാനിക്കും. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു മേയർ. അപ്പൊ അതിനൊരു തീരുമാനമായി. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം ഇതാ താമരക്കുമ്പിളിൽ. തലസ്ഥാന നഗരത്തിൽ പിന്നെ ഒരു MP ഉണ്ടായി, ഇപ്പോഴൊരു മേയർ ഉണ്ടാവുകയാണ്. ആ നിലയ്ക്ക് BJP തങ്ങളെ എങ്ങനെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം, തുറന്ന പ്രഖ്യാപനം ആധികാരികമായി ഉറപ്പിച്ചു നിർത്തിയ തെരഞ്ഞെടുപ്പാണ് ഈ നമ്മൾ കാണുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? 38 ഇടങ്ങളിൽ ലീഡ് എടുത്തിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖറിന് കീഴിൽ BJP. കേരള രാഷ്ട്രീയത്തിൽ BJP ഒരു ഫാക്ടർ ആണെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ്. 1255 വാർഡുകൾ, ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 73 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 315 മുനിസിപ്പൽ ഡിവിഷനുകൾ, 88 കോർപ്പറേഷൻ ഡിവിഷനുകൾ BJP നേടിയ കണക്കാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കേരളത്തിലെ മനുഷ്യന്മാരോട്, രാഷ്ട്രീയ മനുഷ്യന്മാരോട് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കുക എന്നതാണ് അഭിമാനാർഹമായ കാര്യം. അതിൽ വെള്ളം ചേർക്കാൻ പോകുമ്പോൾ അതിൽ തിരിച്ചടി കിട്ടും എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയായി വേണമെങ്കിൽ ഈ ഫലത്തെ കാണാം. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. 49, 23, 17 അധികാരത്തിലെത്തി. തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നു. 49, 50 തൊടാൻ പോകുന്നു. ആകെ 101 വാർഡുകൾ, 49. തിരുവനന്തപുരത്ത് BJP ഭരണം. തലസ്ഥാന നഗരം ഇനി BJPയുടെ ഭരണത്തിൻ കീഴിൽ. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. അനന്തപുരി ഇനി BJPയുടെ ഭരണത്തിൻ കീഴിൽ. 49, 23, 17. അതായത് ഈ നിലവിലുള്ള സംഖ്യകളിൽ ആരും പിന്നാക്കം പോകുന്നില്ല. LDF 23 നിൽക്കുന്നുണ്ട്, UDF 17 ഉയർന്നിട്ടുണ്ട്. ഇനി ഇതുവരെ യാതൊരു ഫലസൂചനകളും വരാതിരുന്ന ഇടങ്ങളിലെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് ഓരോ ഇടത്തും കൃത്യമായ മേധാവിത്വം പറഞ്ഞുകൊണ്ടാണ് NDAയുടെ സീറ്റ് നമ്പറിൽ കൃത്യമായ മാറ്റം ഉണ്ടാകുന്നത്. 49 ഇടങ്ങളിലായി അവരുടെ സംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. 49 ഇടങ്ങളിലായി ലീഡ് എടുക്കാൻ കഴിയുന്നു. ഒരു ലീഡ് കൂട്ടിയിരിക്കുന്നു. അത് BJP അല്ല, അത് UDF ആണ്. 18, 23 വലിയ വ്യത്യാസമില്ലല്ലോ. തിരുവനന്തപുരത്ത് അഭിമാനകരമായ പ്രകടനം UDFന്റെ ഭാഗത്ത് ഒരു തിരിച്ചുവരവ് കൂടി ഉണ്ടായിരിക്കുന്നു. എവിടെ 49 സീറ്റുമായി NDA ഭരണം ഉറപ്പിക്കുമ്പോൾ 18ലേക്ക് ലീഡ് ഉയർത്തുകയാണ് ഇപ്പോൾ UDF. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?